കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഹെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയായാലും അവനിൽ അർപ്പിതമായ ധർമ്മം നന്നായി ചെയ്യണമെങ്കിൽ, നിറവേറ്റണമെങ്കിൽ അവൻ ആരോഗ്യം കൂടിയേ തീരൂ. ആരോഗ്യം എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത അവസ്ഥയാണ്. രോഗം ഇല്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാൻ, രോഗം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണം. 5 തലത്തിലാണ് രോഗങ്ങൾ വരുന്നത്. 1, അമിതമായ ആഹാരത്തിലൂടെ. 2, അമിതമായ മെഡിക്കേഷനിലൂടെ. 3, ലാക്ക് ഓഫ് എക്സർസൈസ്. 4, പാപകരമായ ജീവിതം. 5, ഹെറിഡിറ്ററി, പാരമ്പര്യം. ഇതിൽ ഹെറിഡിറ്ററിയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ല. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലൂടെ ഹെറിഡിറ്ററി ആയി വരുന്ന രോഗങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് പുതിയ പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. പ്രമേഹം ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള രോഗമാണ്. ഹെറിഡിറ്ററി ആയിട്ട് മാത്രമല്ല അത് വരുന്നത്. പ്രമേഹം ഹെറിഡിറ്ററി ആണ്, അല്ലാതെയും അതുണ്ടാകും. അപ്പന് പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്ക് 50% ആളുകൾക്ക് പ്രമേഹം ഉണ്ടാവും. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലോ 100% ഉറപ്പാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും അതങ്ങ് മാറ്റി നിർത്താം. പിന്നെ 4 കാരണങ്ങളാണ്. അതിൽ 1 ഭക്ഷണമാണ്. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. 3 കാര്യങ്ങളാണ് ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. 1, അഹിതമായ ഭക്ഷണം, ശരീരത്തിന് ഹിതമല്ലാത്തത്, യോജിക്കാത്തതെന്നർത്ഥം. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതെന്നല്ല, ശരീരത്തിന് യോജിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത് രോഗങ്ങളുണ്ടാക്കും. 2, അമിതമായി ഭക്ഷണം കഴിക്കുന്നത് രോഗങ്ങളുണ്ടാക്കും. 3, ഭക്ഷണ പദാർത്ഥങ്ങൾ ആമാശയത്തിൽ വെച്ച് കൂടിച്ചേരുമ്പോൾ ദ്രോഹം ചെയ്യുന്ന ചില ആഹാര പദാർത്ഥങ്ങളുണ്ട്. അത് ഒരുമിച്ച് കഴിച്ചാൽ രോഗങ്ങളുണ്ടാവും. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്. ഇനിയും ആഹാരത്തിൻ്റെ കേസിലാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു. ശരിയായ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ശരിയായ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ധാരാളം ഓക്സിജൻ അകത്ത് ചെല്ലണം. ശുദ്ധവായു ആയിരിക്കണം, അതിൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകണം. ഇത് എങ്ങനെയാണ് സാധ്യമാകുക? പട്ടണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എപ്പോഴും കൂടിയിരിക്കും. നാട്ടിൻപുറത്തുള്ള ജീവിതം ഓക്സിജൻ ധാരാളം ലഭിക്കുന്നതിന് സഹായിക്കും. നാട്ടിൻപുറത്തുള്ള ജീവിതം. നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ആവശ്യത്തിലധികം, അനുവദിച്ചതിലധികം കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. മിക്കവാറും ക്ലാസ് റൂമുകളൊക്കെ 20-20 400 സ്ക്വയർ ഫീറ്റ്. 40 ആൾക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. സമ്മർദ്ദം വരുമ്പോൾ 40 50 ആകും, 50 60 ആകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 40 ആൾക്ക് ശ്വസിക്കേണ്ട വായു
60 ആൾ കൂടി ശ്വസിക്കുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല. ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ, ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒന്ന് ഓക്സിജനാണ്. അത് വേണ്ടത്ര ലഭിക്കില്ല. ഇത് ഒരു പരിധി വരെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഫാനുകളുടെ ഉപയോഗത്തിലൂടെയാണ്. ഫാനുകളുടെ ഉപയോഗം ഈ 20-20 എന്ന് പറയുന്ന ആ നിയമം ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ഫാനുകളൊന്നും ക്ലാസ് റൂമിൽ അധികം ഉണ്ടായിരുന്നില്ല. KER കേരള എഡ്യൂക്കേഷൻ റൂൾസ് അത് വന്നത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ക്ലാസ് റൂമുകളിലെ ഫാനുകൾ കോമൺ ആയിരുന്നില്ല. ഇന്നിപ്പോൾ ക്ലാസ് റൂമുകളിൽ ഫാനുകളൊക്കെ ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് ഓക്സിജനൊക്കെ കിട്ടും. ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. 2 കുട്ടികൾ, ഒരാൾ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് പഠിക്കുന്നു, മറ്റേ ആൾ ഫാനില്ലാത്ത മുറിയിൽ ഇരുന്ന് പഠിക്കുന്നു. ഫാനിൻ്റെ ചോട്ടിലിരുന്ന് പഠിച്ച കുട്ടിക്ക് 8 മുതൽ 10 വരെ ശതമാനം മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ്. അവൻ്റെ ബുദ്ധി കൂടുതൽ വർക്ക് ചെയ്യും. ഇൻ്റലക്ച്വലായിട്ട് 2 പേരും ഒപ്പം ഒരേ സമയം അവർ പഠിക്കുന്നു, ഒരേ വിഷയം പഠിക്കുന്നു. ഒരാൾ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് പഠിക്കുന്നു, ഒരാൾ ഫാനില്ലാത്തടത്തിരുന്ന് പഠിക്കുന്നു. വ്യത്യാസം കാണുമെന്നാണ്. ഇത് ഒരാളെ വെച്ചിട്ടല്ല ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യാം, 100 ആളെ വെച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും അതിൽ നിന്ന്. ഫാനിൻ്റെ ഉപയോഗം കൊണ്ട് പഠനം മെച്ചപ്പെടും എന്ന് ഒരു തെളിവ് നമുക്ക് ലഭിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം ഈ ഫാൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടന്നതിനെ തിരിയുമ്പോൾ മുടി കൊഴിയുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഫാനുള്ള റൂമിലൊക്കെ ഇരുന്ന് കുട്ടികൾ പഠിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തലമുടി, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇരുന്ന് പഠിക്കുന്ന ഹാളിലൊക്കെ ഇഷ്ടംപോലെ തലമുടി ഇങ്ങനെ കിടക്കണത് കാണാം. അത് ഈ ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് വരുന്നതാണ്. തലമുടി കുറച്ച് കൊഴിഞ്ഞു പോകുമെങ്കിലും കൂടുതൽ ബുദ്ധിശക്തി ആ കുട്ടിക്കുണ്ടാവും. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആൾക്കാരാണ് മഹാന്മാരിൽ അധികവും. മഹൽ വ്യക്തികളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അവരെവിടെ ജനിച്ചു, എവിടെ വളർന്നു എന്നൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അവർ ധാരാളം ഓക്സിജനുള്ള സ്ഥലങ്ങളിൽ ജനിച്ച് വളർന്നവരാണ്. ആഹാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിവിടെ ഓക്സിജനെ പറഞ്ഞത്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. അതിന് ദീർഘമായി ശ്വസിക്കുക. ഓരോ മണിക്കൂറിലും ദീർഘമായിട്ടൊന്ന് ശ്വസിക്കുക. ലങ് നിറയെ എയർ എടുക്കുക. അപ്പം അതിനോട് ചേർന്നുള്ള എല്ലാ മസിൽസും ആക്ടിവേറ്റഡ് ആവും. അതുകൂടിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ദെൻ ലങ് ഫുള്ളായിട്ട് എംപ്റ്റി ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കൊക്കെ നട്ടലിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഒരു കോൺകേവ് സർഫസ് ആയി വരത്തക്ക വിധത്തിൽ ഉച്ഛ്വസിക്കുക. 4, 5, 6 പ്രാവശ്യം ചെയ്യുക ഓരോ മണിക്കൂർ കൂടുമ്പോഴും. ക്ലാസ്സിലാണെങ്കിൽ ഇൻ്റർവെൽ ടൈമിൽ ചെയ്യാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് ചെയ്യാം. ആ സമയത്ത് ഓക്സിജൻ ധാരാളം നമ്മുടെ ബ്രെയിനിലേക്ക് വരികയാണ്. നല്ല ഉണർവ്, ഉന്മേഷം ഒക്കെ നമുക്ക് ലഭിക്കുന്നു. ഇത് സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ലങ് ഫുള്ളായിട്ട് ശ്വസിക്കണം, ഫുള്ളായിട്ട് എംപ്റ്റി ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രമിക്കരുത്. സ്റ്റൊമക്ക് ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ സ്റ്റാർവ് ചെയ്യുക. ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല. പക്ഷേ ശ്വസിക്കുന്നത് നല്ലതാണ്.
ഇനിയും ഒരു കാര്യം മരുന്നുകളുടെ ഉപയോഗമാണ്. മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ കുറേ ഗുളികകളും കൊണ്ടുവരികയാണ്. വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തയക്കുന്നതാണ്. തലവേദന വന്നത് കഴിക്കുക, പനി വന്നത് കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും അത്ര നല്ല ഒരു അഭികാമ്യമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മരുന്നുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ തവണ പനി വന്നപ്പോൾ ഈ മരുന്ന് കഴിച്ചു, പനി മാറി. ഇത്തവണ പനി വരുമ്പോൾ ആ പനി തന്നെ ആവണമെന്നുണ്ടോ? പനി പലവിധമല്ലേ. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി മാത്രമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ഹോസ്റ്റലിലൊരു കുട്ടിക്ക് അസുഖം വന്നാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കും, എന്നിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. ഈയിടെ എനിക്കൊരു റിപ്പോർട്ട് കിട്ടി. എൻ്റെ ഹോസ്റ്റലിൽ കുട്ടികൾ എൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുന്നു എന്ന്. അവർ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച് ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച് പോയവരാണ്. അവർ MBBS കഴിഞ്ഞു, അവർ PG പഠിക്കുകയാണ്. PG പഠിക്കുമ്പോൾ നന്നായി പഠിക്കാനുള്ള സൗകര്യമുള്ളൊരു സ്ഥലം നോക്കി അവർ വന്ന് ചോദിക്കുകയാണ്. ഞാൻ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 പേര് അവിടെ ഒരു റൂമിൽ താമസിക്കുന്നുണ്ട്. ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല, അത്രേ. പെൺകുട്ടികളാണ്. അവർ പുറത്തിറങ്ങില്ല, അവർ അവിടെ ഇരുന്ന് പഠിത്തം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ കുട്ടികളിപ്പോൾ പുറത്ത് ഡോക്ടറെ അടുത്ത് പോകുന്നതിന് പകരം ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. വാർഡൻ വന്ന് എന്നോട് ചോദിച്ചു, അത് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, അവർ ഡോക്ടർമാരാണ്, അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്, ഗ്രാജുവേറ്റ് ചെയ്തവരാണ്, അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് മാത്രമേ കഴിക്കാവൂ. കാരണം എന്താണെന്നോ, ഈ മരുന്നുകൾക്കൊക്കെ ആക്ഷനുണ്ട്. ആക്ഷനുള്ള എല്ലാത്തിനും റിയാക്ഷനുണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷൻ നമുക്ക് ചിലപ്പോൾ ദ്രോഹം ചെയ്യും. ഇപ്പോൾ റിയാക്ഷൻ ഇല്ലാത്ത മരുന്നുകളൊക്കെ വേണം കഴിക്കാനായിട്ട്. അത് ഡോക്ടർമാർക്കാണ് അത് പറയാൻ പറ്റുക. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട്. ആ കൂദാശകളൊക്കെ സൗഖ്യദായകമാണ്. സൗഖ്യദായകമായ കൂദാശകളാണെല്ലാം എന്ന് വിചാരിച്ച് ആർക്കെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അഭിഷിക്തരായ വൈദികർ മാത്രമേ അത് കൈകാര്യം ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് മരുന്നുകൾ. സൗഖ്യദായകമാണ്, പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് അധികാരപ്പെട്ട വ്യക്തികളിലൂടെ മാത്രമായിരിക്കണം. ഇത് നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലെ മരുന്നെടുത്ത് കൊടുക്കുന്ന ആളുടെ ഇഷ്ടപ്രകാരം, അഡ്വൈസ് പ്രകാരം ഒന്നും മരുന്ന് കഴിക്കരുത്. ഓവർ മെഡിക്കേഷൻ പലപ്പോഴും രോഗങ്ങളുണ്ടാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓവർ മെഡിക്കേഷൻ അവോയ്ഡ് ചെയ്യണം. ഇന്ന് കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, എത്രമാത്രം ക്രോസിനാണ് കഴിച്ചു കൂട്ടുന്നത്, തിന്നുകൂട്ടുന്നത്. ഞാനൊക്കെ ഒരു ഡോക്ടറെ ആദ്യമായിട്ട് കാണുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചെല്ലുമ്പോഴാണ്. എൻ്റെ നാട്ടിൻപുറത്ത് ഒരു ഡോക്ടറില്ല. അവിടെ ആയുർവേദ വൈദ്യന്മാരാണ്, കഷായമൊക്കെ ആയിട്ട്. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിലെത്തുന്ന ഒരു കുട്ടി എത്ര ലോറി ഗുളിക തിന്നുണ്ടാവും? പല രോഗങ്ങളുടെയും കാരണം അമിതമായ മെഡിക്കേഷനാണ്. ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം കഴിക്കുക. 3ാമത്തെ ഘടകം വ്യായാമമാണ്. ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത്
കുറച്ച് നേരം കൊണ്ട് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവുന്നതായിരിക്കണം. ക്രിക്കറ്റ് കളിക്കാനായിട്ട് ചില കുട്ടികൾ പോകും. എത്ര മണിക്കൂർ കളിച്ചാലാണ് ഒന്ന് വിയർക്കാൻ കഴിയുക? അതുപോലെ പല കളികളും ഒരുപാട് സമയം എടുക്കുന്നതാണ്. ചില കളികൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയാണ്ട് നിർത്താൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പോവുകയാണ്, ഫുട്ബോളോ വോളിബോളോ ഹോക്കിയോ ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ ഇത് തന്നെയാണ്, സമയം കൂടുതലെടുക്കും. നമുക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സമയം കുറവുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള എക്സർസൈസ് മാത്രമേ വേണ്ടൂ. ഏറ്റവും നല്ലത് യോഗ ആണ്. യോഗയ്ക്ക് പക്ഷേ സമയം കൂടുതൽ വേണം. ഭക്ഷണത്തിന് നിയന്ത്രണം വേണം. ഭക്ഷണം കഴിക്കുന്നതിന് ഇത്ര മണിക്കൂർ മുമ്പേ യോഗ ചെയ്യണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞിട്ടേ യോഗ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നിബന്ധനകളുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് ഇപ്പോൾ പല സ്കൂളുകളിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് പോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒന്നാണ് യോഗ എന്ന് പറയുന്നത്. തെറ്റായി ചെയ്താൽ തെറ്റായ ഫലങ്ങൾ തരുന്ന ഒന്നാണ് യോഗ. എന്നാൽ യോഗയിലെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ സമയം അധികം വേണ്ടി വരില്ല. അതേസമയം നമുക്ക് ആവശ്യമായ ഓക്സിജനൊക്കെ കിട്ടും. ബ്രീത്തിങ് എക്സർസൈസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ബ്രീത്തിങ് എക്സർസൈസ് അത് ആവശ്യത്തിന് ഓക്സിജൻ നമുക്ക് തരും. ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യണ്ട. അതിന് നിങ്ങൾ ജനൽ തുറന്നിടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ജനലിൻ്റെ പാളികൾ തുറന്നിടാം. നിങ്ങളൊരു വയർ മെഷ് വെച്ചാൽ ആരും അകത്തേക്ക് കൈയിടുകയോ ഒന്നും ചെയ്യില്ല. ധാരാളം ഓക്സിജൻ കിട്ടും. അതിന് സൗകര്യമില്ല എങ്കിൽ ഒരു ചെറിയ എക്സോസ്റ്റ് ഫാൻ അത് നിങ്ങളുടെ റൂമിൽ ഘടിപ്പിക്കുക. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റല് അതിൽ എല്ലാ റൂമുകളിലും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ചെറിയ ഫാൻ വെച്ച് കൊടുക്കുകയാണ്. ഫാൻ വെച്ച് കൊടുക്കുമ്പോൾ ഉള്ള തകരാറ് എന്താണെന്ന് വെച്ചാൽ അതിലൂടെ കൊതുക് കിടക്കും. പട്ടണത്തിലുള്ള പ്രശ്നങ്ങൾ ഇതാണ്. നാട്ടിൻപുറത്ത് ഈ പ്രശ്നങ്ങൾ കുറച്ച് കുറവാണ്. കൊതുകുകളൊന്നും അധികം ഉണ്ടാവില്ല. അപ്പം അതിന് ഒരു കവറിങ് കൊടുത്താൽ മതി. വയർ മെഷ് കൊണ്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തൊരു കവറിങ് കൊടുത്താൽ അതിലൂടെ എയർ വലിച്ച് അകത്തേക്ക് ആക്കും. അതേസമയം കൊതുകൊട്ട് കിടക്കില്ല. അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ഞാൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ, പഠിക്കുന്ന കുട്ടികളെ താമസിപ്പിക്കുന്ന ഹോസ്റ്റലിൽ, അവിടെയൊക്കെ ഇതിനൊരു പ്രാധാന്യം കൊടുക്കണം. ധാരാളം ഓക്സിജൻ കിട്ടണം. ഫാൻ ഉണ്ടാവണം. ആവശ്യത്തിന് എക്സർസൈസ് ചെയ്യണം. എക്സർസൈസിൻ്റെ സമയം എത്ര എന്നെങ്ങനെ തീരുമാനിക്കാം? എക്സർസൈസ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ ശരീരം ഒന്ന് വിയർക്കണം. ആ വിയർപ്പിലൂടെ 2 കാര്യങ്ങളാണ് സാധിക്കുന്നത്. ഒന്ന്, ശരീരത്തിലെ കുറേ അഴുക്കുകൾ അതിലെ പോകും. ആ വിയർപ്പിലൂടെ പുറത്തേക്ക് വരും. കുളിക്കുമ്പോൾ അത് കഴുകിപ്പോവും. നല്ലവണ്ണം വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. അവരുടെ പുറത്തൊക്കെ ഉപ്പ് വിളയാന്ന് പറയും. വെളുത്ത നിറത്തിലൊരു പൊടി ഇങ്ങനെ കാണും. ജോലി ചെയ്യുന്നവർ, നന്നായിട്ട് ജോലി ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ കുറവാണ്. അത് അഴുക്ക് വരുന്നതാണ്. എക്സസ് ആയിട്ടുള്ള സോൾട്ട്, ലവണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതാണ്. 2, ഓരോ ഗ്രാം വെള്ളവും ആവിയായി പോകും നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പോൾ 540 കലറി ഹീറ്റ് വീതെടുക്കും. ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യും. പനി വരാതെയൊക്കെ നോക്കും. വിയർക്കുന്നത് നല്ലതാണ്.
പക്ഷേ കുട്ടികൾ പലരും വേർക്കണില്ല. അവരാകെ വേർക്കുന്നത് പരീക്ഷാ പേപ്പർ കാണുമ്പോൾ മാത്രമാണ്. പഠിച്ചിട്ടില്ല, ഇപ്പോൾ വേർക്കാണ്ട് പറ്റും. ആ വേർപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്പം അധ്വാനം ചെയ്ത് വേർക്കുക. വീട്ടിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീട്ടിലെ ജോലികൾ അത്യാവശ്യം ചെയ്തെന്ന് വേർക്കണത് നല്ലതാണ്. അപ്പനെ അമ്മയൊന്ന് സഹായിച്ചോ, ഇൻ്റർവെൽ ടൈമിൽ, പഠനത്തിൻ്റെ ഇൻ്റർവെൽ ടൈം ഉണ്ടാവും, ആ ടൈമിലൊന്ന് അവരെയൊക്കെ സഹായിച്ചു. അപ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടി, വേർപ്പ് കിട്ടി. പിന്നെ വ്യായാമത്തിലൂടെ നമ്മുടെ മസിൽസ്, അതിൽ ചില റയർ കെമിക്കൽസ് ഉണ്ടായിത്തീരും. റയർ കെമിക്കൽസ് അത് വേറെ എങ്ങും കിട്ടില്ല, മരുന്നായിട്ട് ഉള്ളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് മസിൽസിലാണ്, ലൈവ് ആക്റ്റീവ് മസിൽസ്. അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ മാത്രമേ അത് ശരീരത്തിലുണ്ടാവുള്ളൂ. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ റയർ കെമിക്കൽസ് നമുക്കൊരുപാട് രോഗപ്രതിരോധ ശക്തി തരും എന്നുള്ളതാണ്. നാലാമത്തെ കാരണം പാപകരമായ ജീവിതമാണ്. പാപമെന്ന് പറയുന്നത് സ്നേഹത്തിനെതിരായിട്ടുള്ള എല്ലാമാണ്. സ്നേഹത്തിന് എതിരായിട്ടുള്ള എല്ലാം, അതാണ് പാപം. സ്നേഹമെന്ന് പറയുന്നതോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് സ്നേഹം. നമുക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നമുക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അവർക്ക് നന്മ ചെയ്യുക, നമ്മളോടും മറ്റുള്ളവരോടും കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഈ സ്നേഹം നമ്മളിലുണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവും. അത് നമുക്കൊരുപാട് രോഗപ്രതിരോധ ശക്തിയൊക്കെ തരുന്ന ഒന്നാണ് എൻഡോർഫിൻ. ക്രൂരരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് ഈ എൻഡോർഫിൻ ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. അവർ എൻഡോർഫിൻ ഉണ്ടാകുന്ന ആ കേന്ദ്രം അതൊന്നും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഈയിടെ ഞാൻ വായിച്ചൊരു കാര്യം ഇതാണ്. നമ്മുടെ ബ്രെയിനിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അത്രേ, ഒരു സെൻറ്റർ, ബ്രെയിനിലെ ഒരു സെൻറ്റർ. ആ സെൻറ്റർ തന്നെയാണ് ഒരു വ്യക്തിയെ വിജയിയാക്കുന്ന ഘടകങ്ങൾ പ്രദാനം ചെയ്യുന്ന സെൻറ്ററും. ഒരു വ്യക്തി വിജയിയാവുന്നത് എപ്പോഴാണ്? ആ വ്യക്തിക്ക് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയണം. അതോടൊപ്പം അതിനുള്ള മോട്ടിവേഷനും വേണം. ഇതൊക്കെ തരുന്ന സെൻറ്റർ ഏതോ അത് തന്നെയാണ് കരുണ കാണിക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകവും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൂട്ടി വായിക്കുന്ന ഒന്ന്, ആ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തികൾ വിജയികളായി തീരും എന്നാണ്. വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം, ഒരു ക്രൈറ്റീരിയൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കരുണ കാണിക്കാനും കഴിവുണ്ടാവുക എന്നുള്ളതാണ്. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിവ് കൊടുക്കുന്നതും അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നതും ആരാണ്? എൻ്റെ ഇതുവരെയുള്ള അറിവ് പ്രകാരം അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമാണ് അത്. ആറാമത്തെ സെൻസ് എന്ന് പറയും, നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ബ്രെയിനിൻ്റെ ഒരു ഭാഗം, ആറാമത്തെ സെൻസ്, അതാണ് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന, നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന, എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു തരുന്ന,
അതിനുള്ള മോട്ടിവേഷൻ തരുന്ന ആ ഭാഗം, അത് പ്രാവർത്തികമാക്കുന്നത്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് നിങ്ങളെ സഹായിക്കും, നമ്മളെ സഹായിക്കും. ദൈവം അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.